അഡ്വക്കേറ്റ് സേനാപതി വേണു ചേരുകയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ ബജറ്റിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് വ്യാജ വാഗ്ദാനങ്ങളാണ് നൽകിയത്. രാജ്യത്ത് 20 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയ സർക്കാരാണ് ഇന്ന് ഭരിക്കുന്നത്. അദ്ദേഹം ഈ കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. 1 രൂപ അനുവദിച്ചാൽ 15 പൈസ മാത്രം ജനങ്ങൾക്ക് കിട്ടിയിരുന്ന കാലത്ത് നാട് ഭരിച്ചത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ സർക്കാരിൻ്റെ പണം ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നു, അതെവിടെയും പോകുന്നില്ല എന്ന് പറയുന്നതിലൂടെ തന്നെ വളരെ കൃത്യമായി കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ്. ഒപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ കടുത്ത വിമർശനം. ഒരു രാജ്യവിരുദ്ധനായ ഒരാൾ എങ്ങനെ സംസാരിക്കും? ആ രീതിയിൽ അർബൻ നക്സലുകളുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ചിലർ സംസാരിക്കുന്നു എന്ന് വരെ പറഞ്ഞു. കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിക്കുന്ന രീതിയിലാണ് ഇന്ന് പ്രധാനമന്ത്രി സംസാരിച്ചത്. എങ്ങനെ കാണുന്നു? നീലിമ, ഞാൻ നിങ്ങളുടെ ഈ ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് തന്നെ ഒരു കൗതുകമായിട്ടാണ് കണ്ടത്. രാജ്യത്തിന് ഭീഷണിയോ രാഹുൽ എന്നാണല്ലോ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ നുസ്രത് ജഹാൻ മാഡത്തിന്റെ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റുകൾ കേട്ടുകൊണ്ടാണ് വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞത്? നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 2014 ഡോക്ടർ മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പോൾ 9.8 രണ്ടക്ക സംഖ്യയിലേക്ക് കടന്നില്ല, അതിന്റെ അടുത്ത് വരെ എത്തിയതാണ്. ആ സാമ്പത്തിക വളർച്ച 10 കൊല്ലം കൊണ്ട് ഇന്നലെ പാർലമെന്റിൽ മിനിഞ്ഞാന്ന് ബജറ്റ്, അതിനു മുമ്പുള്ള സാമ്പത്തിക സർവേയുടെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ 6.4 അല്ലെ 6.4% വളർച്ച താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമല്ലേ? എന്താ പറഞ്ഞ 58 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു, ഇല്ലെങ്കിൽ കോൺഗ്രസിനെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം, അധിക്ഷേപിക്കാം. ആ അധിക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ രേഖകളുടെയും അതോടൊപ്പം തന്നെ പാർലമെന്റിൽ പുറത്തു വന്നിരിക്കുന്ന സാമ്പത്തിക സർവേയുടെയും പിൻബലത്തിൽ, കണക്കുകളുടെ പിൻബലത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച മുമ്പുണ്ടായിരുന്ന വളർച്ചയിൽ നിന്ന് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അത് 9.8% അല്ലെങ്കിൽ രണ്ടക്ക സംഖ്യയിൽ നിന്ന് 6.4 താഴ്ന്നിരിക്കുന്നു എന്നുള്ളത്. അത് നിങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ പറയുന്ന ഈ മെയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ സംവിധാനം അത് തകർന്നു, ഇല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു എന്നതാണ് അദ്ദേഹം പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തിന് ഈ ഗവൺമെന്റിനെ വിമർശിക്കാനും ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിക്കുവാനും അദ്ദേഹത്തിന് അവകാശമില്ല എന്ന് BJP-ക്കാർ പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കും. അത് നിരന്തരമായിട്ട് വിമർശിക്കും. ആ വിമർശനം അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഒരു കാര്യം, പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണ്? ഞങ്ങൾ 2047 ആകുമ്പോഴേക്കും ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു. അപ്പൊ 3-ന് മുമ്പ് മറ്റ് 2 പേരുണ്ടല്ലോ. ആ 3-ന് മുമ്പിൽ നിൽക്കുന്ന 2 പേർക്കൊപ്പം നമ്മൾ എത്തണം, നമ്മൾ അവർക്കൊപ്പം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ ചൂണ്ടിക്കാണിച്ചത്? അതല്ലാതെ ചൈനയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. എന്റെ അയൽവക്കത്തുള്ള കുട്ടി എന്റെ കുട്ടിയേക്കാൾ കുറച്ചുകൂടി നന്നായി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മെച്ചത്തിൽ പോകുമ്പോൾ നമ്മൾ അവനെ അത് ചൂണ്ടിക്കാണിക്കുന്ന എന്താ? നമ്മൾ നന്നാകാനാ. അപ്പോ 47 ആകുമ്പോഴേക്ക് ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ ശക്തിയായി മാറും എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന 2 ശക്തികൾ, അതിലൊന്ന് ചൈനയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇനി ചൈന അല്ല എങ്കിൽ എന്റെ വാദഗതിക്ക് പിന്നെ അതിന് പ്രസക്തിയില്ല. അപ്പോ അവർക്കൊപ്പം നമ്മൾ എത്തുന്നില്ല, അവരുടെ വളർച്ച നമുക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ അത് അദ്ദേഹം പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചത്? അതല്ലാതെ ചൈനയ്ക്ക് വേണ്ടി വാദഗതികൾ നടത്തിയെന്നോ അല്ലെങ്കിൽ ചൈനയെ പിന്തുണച്ചുവെന്ന്. ഇത് നിരന്തരമായി നീലിമ കുറച്ച് നാളുകളായി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെ മുഴുവൻ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹം ബോംബെയിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഒരു ശക്തിയെ, ആ ശക്തി എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ സംഘപരിവാർ ശക്തികൾ ഉൾപ്പെടുന്ന ശക്തിയെ. അപ്പോ TG മോഹൻദാസിനെ പോലുള്ളവർ പറഞ്ഞു ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ചു, ഹിന്ദു ദൈവങ്ങളുടെ ശക്തി മഹാകാളി, കാളിയെ ആക്ഷേപിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന്. അതിനുശേഷം അദ്ദേഹം മറ്റൊരു പ്രസംഗം നടത്തി. അഗർ തീസരാ ബാർ BJP സത്താ മേ ആഗേ തോ ഇസ് ദേശ് മേ ആഗ് ലഗേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പ്രസംഗിക്കല്ലേ, ഇനി 3ാം വട്ടം പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളം കത്തുമെന്ന് പറഞ്ഞാൽ അതിന് BJP-ക്കാർ കൊടുത്ത പരിഭാഷ എന്താണെന്നറിയോ? 3ാം വട്ടം BJP കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മേ ആഗ് ലഗാവുക. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരിക്കുന്നു, ഞാൻ ഇന്ത്യ തീ കത്തിക്കുമെന്ന് പ്രസംഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നാട് മുഴുവൻ ഒരു പ്രസംഗം നടത്തുകയാണ്. അതിന്റെ എന്താ പറഞ്ഞ ക്ലിപ്പിങ്ങുകൾ കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അമിത്ഷായെ സംബന്ധിച്ച് നിങ്ങളുടെ രാഷ്ട്രീയ ശത്രു നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇന്ത്യയെ കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നത് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ അത് പാർലമെന്റിനകത്തും പുറത്തും വിളിച്ചു പറയുന്ന ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ശ്രീ സേനാപതി വേണു, ഇന്നലെ രാഹുൽ പ്രസംഗിച്ചത് 45 മിനിറ്റ്. ഇതിൽ ചൈനയോടുള്ള പ്രണയം വ്യക്തമാക്കുന്നത് 34 തവണ. അങ്ങ് പറഞ്ഞു വളരെ കൃത്യമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്, രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാഹുൽ സംസാരിക്കുന്നത് എന്ന്. നമ്മൾ ഒറ്റ വിഷയത്തിലേക്ക് വരാം. ചൈനീസ് അധിനിവേശം, 4000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ പ്രദേശം ചൈനീസ് കീഴടക്കി വച്ചിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും രേഖയുടെ പിൻബലത്തിലാണോ രാഹുൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് പാർലമെന്റിൽ? കാരണം ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയൊന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? നീലിമ, 1969 എന്റെ ഡേറ്റ് ഞാൻ കൃത്യം ഓർക്കുന്നില്ല, ഏപ്രിൽ മാസത്തിൽ ചൈനീസ് ബോർഡറിൽ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന, അന്ന് ചൈനീസ് ബോർഡറിൽ നമ്മൾ സൈന്യത്തെയല്ല, BSFും അവിടുത്തെ സശസ്ത്ര സീമാബൽ SSB എന്ന് പറയുന്ന സംഘമാണ് പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. അവർക്ക് നേരെ ചൈനീസ് പട്ടാളം നടത്തിയ വെടിവെപ്പ്, അതിൽ 2 പോലീസുകാർ രക്തസാക്ഷികളായി. ആ ദിനത്തെയാണ് നമ്മൾ ഈ പോലീസുകാർ അവരുടെ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, അതിനുശേഷം ഇന്നോളം 70 മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 2020 നമ്മളിപ്പോ ഈ ഗൽഗാം പാങ്കോങ് നദീതടത്തിലുണ്ടായ ആ സംഘർഷം വരെ ചൈനയുമായി നമുക്ക് അതിർത്തിയിൽ സംഘർഷങ്ങളില്ലായിരുന്നു. നമ്മുടെ പെട്രോളിംഗ് സംഘം ഈ 9 ഫിഗേഴ്സ്, ഞാൻ ഐ വാസ് ആൻ എക്സ് സർവീസ് മാൻ ഓൾസോ, ഐ വാസ് ഇൻ ആർമി സർവീസ് ഡിഫൻസ് ഫോഴ്സ്. ഞാൻ ഈ പ്രദേശങ്ങളിലൊക്കെ ഇതിന്റെ അടുത്തൊക്കെ പോകാനും, കാർഗിലും അതുപോലെ തന്നെ ദ്രാസ്, ലേ ലഡാക്കിലൊക്കെ സർവീസിൽ പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഒന്നും ഇവിടെ പറയുകയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, സംഘർഷമില്ലാതിരുന്ന ആ പ്രദേശത്ത് ഇപ്പോ നമ്മുടെ ബീഹാർ റെജിമെന്റിന്റെയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന്, സന്തോഷ് കുമാർ റെഡ്ഡി എന്നാണ് തോന്നുന്നു, ബീഹാർ റെജിമെന്റിന്റെ ഒരു കേണൽ ഉൾപ്പെടെ 20 ആളുകളെയാണ് ചൈനീസ് പട്ടാളക്കാർ, അത് എത്ര മൃഗീയമായ രീതിയിൽ, കാരണം അവിടെ 95 നമ്മളും അവരും തമ്മിൽ ഉണ്ടാക്കിയ ഒരു അക്കൗണ്ട് പ്രകാരം എന്താ പറയുക, ഈ നോമാൻ ലാൻഡ്, നമ്മുടെ ഈ 9 ഫിംഗേഴ്സ് എന്ന് പറയുന്ന അവിടെ വരെ നമ്മൾ പെട്രോളിങ്, അവർ അതിന്റെ അപ്പുറത്തേക്ക്, നമ്മളവിടെ പെട്രോളിങ്. ഈ പെട്രോളിങ്ങിന് പോകുന്ന സ്ഥലത്ത് നമ്മൾ തോക്ക് കൊണ്ടുപോകാറില്ല, മറിച്ച് നമ്മൾ അതിർത്തിയിൽ പോയി കണ്ട് പോകുന്നതാണ്. നമ്മൾ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഭാഗങ്ങൾ കയ്യേറി വന്ന് 9 എന്നുള്ളത് അത് 8ലേക്ക് വന്നു, 7ലേക്ക് വന്നു, അങ്ങനെ വന്ന് ഏതാണ്ട് നമ്മുടെ പ്രദേശങ്ങൾ, അത് ഇന്ത്യയുടെ കരസേന തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ 17ഓ 18ഓ വട്ടം ചർച്ചകൾ നടന്നിട്ടും ആ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറാൻ ചൈന തയ്യാറായിട്ടില്ല. പിന്നെ ചൈന പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളുണ്ടല്ലോ, നമ്മുടെ പഴയ അരുണാചൽ പ്രദേശിലെ തവാങ് എന്ന് പറയുന്ന സ്ഥലത്തിനപ്പുറത്ത് നമ്മുടെ ബോർഡറിൽ, അതായത് മക്മോഹൻ രേഖയ്ക്ക് അപ്പുറത്തായി ഈ ചൈനയുടെ പ്രദേശത്ത് അവരുടെ ഗ്രാമങ്ങൾ, അവര് പുതിയതായി ടെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, സാധാരണഗതിയിൽ ടാർപോളിൻ ടെന്റുകളല്ല, പെർമനന്റ് ടെന്റുകളും ബങ്കറുകളും അടിച്ച് അവിടെ പുതിയ ഗ്രാമങ്ങളെയും ആളുകളെയും ഒക്കെ കുടിയിരുത്തുന്നതിന്റെ ചിത്രങ്ങൾ ഇതെല്ലാം പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. ഇത് എന്താ പറഞ്ഞ, നമ്മുടെ സെക്യൂരിറ്റി വിഭാഗവും ശ്രീ അജിത് ഡോവലിനെ പോലുള്ള സെക്യൂരിറ്റി ഉപദേഷ്ടാക്കളും ഒക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്.